ഓർമ്മയായ പിന്നെ ഞാൻ നാട് കണ്ടിട്ടില്ല. ഇപ്പൊ പോയാ ഒരു പ്രാവശ്യം എനിക്ക് അവിടുത്തെ റോഡുകളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്താം. തെങ്ങും മാവും പുഴയും അമ്പലങ്ങളും. പിന്നെ എല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് കണ്ട് കാര്യം പറയാനുള്ള ഒരു അവസരം കൂടിയല്ലേ ഇത്. എനിക്ക് എല്ലാരെയും കണ്ട് നന്ദി പറയണ്ടേ ഇങ്ങനെയൊരു ജീവിതം തന്നേന്. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് ആ പിൽഗ്രിമേജ് ഗ്രൂപ്പിന്റെ ഒപ്പം അവൾ സൗത്ത് ഇന്ത്യയിലേക്കും പോയി. എനിക്ക് പിന്നെ അവളിൽ നിന്ന് ആകെ കിട്ടിയത് ഈ കാർഡാ, തിരുപ്പതിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തത്. ഇന്ന് സ്കൂൾ നേരത്തെ കിട്ടോ? ആ, ഇതിനി കരിഞ്ഞില്ലേ? ഒന്നും പറയണ്ട, അത് അവനും കൂടെ ശ്രദ്ധിക്കണ്ടേ. ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണോ? ആ. ജയോ? ജയെ കാണാനല്ലല്ലോ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. സാറവിടെ ഇല്ല. ഏത് സാറ്? ഏത് സാറോ? അതെ, ഇനി എന്തിനാ ഇതിങ്ങനെ വൈകിക്കുന്നേ? എന്ത് വൈകുന്നെന്നായി പറയുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. നിർമ്മല ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇവിടെ എന്താ? ഞാൻ ഇവിടെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക്. സ്കൂളിൽ നിന്ന് വരുന്നത് ഇതുവഴിയല്ലല്ലോ. ഇല്ല, ഞാൻ. വേണ്ട, നടന്നു പോണ്ട. വീട്ടിലേക്കല്ലേ? അതെ. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. കേറൂ. മായയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്നലെ മായ ആരായിരുന്നു എന്ന് മായയ്ക്ക് പോലും അറിയില്ല അല്ലേ? ഇപ്പോഴത്തെ മായയ്ക്ക് എൻ്റെ മോനെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഇഷ്ടം എന്നും അവനോട് കാണുമോ എന്ന്. കാണും. ഞാനിങ്ങനെ പേടിക്കുന്നത് ഇന്നലത്തെ മായയ്ക്ക് ആരൊക്കെയാണ് അവകാശികളായിട്ടുള്ളതെന്ന് നമുക്കാർക്കും അറിയില്ല. ഭൂതകാലത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് കയറി വന്ന്. എനിക്കാകെ ഒറ്റ മോനേ ഉള്ളൂ. അവൻ്റെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ വന്നാൽ, പാസ്റ്റിൻ്റെ ആ കടന്നാക്രമണത്തിൽ മായയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ, അന്ന് എൻ്റെ മോന് ഈ ഇഷ്ടം ഇല്ലാതാവരുത്. ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നെ തേടി ആരും വരില്ല. ആരും വരരുതെന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന. വന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അപ്പോട്ടനെ വിട്ടിട്ട് എനിക്കെങ്ങും പോവാനില്ല. ഞാൻ പോവില്ല. ഇതായിരുന്നു മോളെ എനിക്കറിയേണ്ടത്. എനിക്കിതേ അറിയാനുണ്ടായിരുന്നുള്ളൂ. ഇറങ്ങിയിട്ട് പോ. ശരി. അമ്മ ഇവിടെ. ആഹാ, അപ്പൊ ഞാൻ വന്നതാണോ പ്രശ്നം? നിനക്കെന്താടാ ഇവിടെ കാര്യം? ഒരു ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വന്ന് വെറുതെ കുറ്റിയടിച്ച് നിൽക്കുന്നു. അല്ല, ഞാനിങ്ങനെ സ്കൂളിന്റെ നാളത്തെ ഹോളിഡേ. താങ്ക് യു വെരി മച്ച്.
ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതെന്തിനാ? ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഇത് എത്ര അടുത്ത് കയറിയിറങ്ങിയിട്ടാണെന്നോ കിട്ടിയത്? ഹലോ, ആണോ? ആ, എന്താന്ന് നോക്കട്ടെ. ഒന്നും എടുത്തില്ലോ. ഞാൻ കണ്ടില്ല വിചാരിച്ചു. Friends, please listen. An important announcement. ഡോക്ടർ സന്ധ്യയ്ക്ക് മുമ്പും ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ട്. മുമ്പും നമ്മളിൽ ചിലരൊക്കെ അതിന് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാര്യമായിട്ട് ഇന്നിതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരു കാര്യം, ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് നമ്മളോടൊക്കെ പറയാൻ കൂടിയാണ് ഡോക്ടർ സന്ധ്യ ഇന്നിവിടെ ഇങ്ങനെയൊരു പാർട്ടി ഓർഗനൈസ് ചെയ്തതെന്ന് നമ്മളിൽ ചിലർക്കെങ്കിലും ഇതിനോടകം ഊഹം കിട്ടി കാണും. അതെന്താണെന്ന് മാഡം തന്നെ നിങ്ങളോട് പറയും. ഒന്നുമില്ല, എന്റെ മോന്റെ കല്യാണക്കാരിയാണ്. ശരത്തിന്റെ കല്യാണം നിശ്ചയിച്ചു. മായയാണ് വധു. ഡേറ്റ് പിന്നാലെ അറിയിക്കാം. ഇപ്പൊ പറയണം. എന്തായാലും അടുത്ത മാസം ഉണ്ടാവും.